കേരളത്തിൽ ആദ്യമായി ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ തരംഗമായി മാറുന്നത് പേളിമാണി ശ്രീനിഷ് പ്രണയത്തിലൂടെയാണ്. ഷോയിൽ വന്നതിന് ശേഷം പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും. നിലവിൽ 2 മക്കളുടെ കൂടെ അതീവ സന്തോഷത്തിലാണ് ഇരുവരും താമസിക്കുന്നത്. അതിനുശേഷം വന്ന സീസണുകളിലെല്ലാം തന്നെ പ്രേക്ഷകർ ആഗ്രഹിച്ചത് ഇതുപോലെയുള്ള പ്രണയമായിരുന്നു. ബിഗ് ബോസിൽ എളുപ്പത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്ന ഒരു ഗെയിം തന്ത്രം കൂടിയാണ് പ്രണയം. പലരും അത് പരീക്ഷിച്ചുവെങ്കിലും വിചാരിച്ചതുപോലെ ഫലം കിട്ടിയില്ല. ഇപ്പോൾ വീണ്ടും 6ാം തവണ ബിഗ് ബോസ് വന്നപ്പോഴും പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഒരു ലവ് സ്ട്രാറ്റജി എത്തുമോ എന്നതാണ്. ഒടുവിൽ അതിനുള്ള സൂചനകൾ ഉയർന്നു വരികയാണ്. ഈ സീസണിൽ യുവാക്കളാണ് കൂടുതലായിട്ടും മത്സരിക്കാനെത്തിയത്. മാത്രമല്ല ഇത്തവണ ഒരു പ്രണയത്തിന് സാധ്യതയുണ്ട് എന്നാണ് പലരും പറയുന്നത്. അത്തരത്തിൽ അർജുനും ശ്രീതുവും തമ്മിലുള്ള കെമിസ്ട്രിയെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനിടയിലേക്ക് ഗബ്രി ജോസും ജാസ്മിൻ ജാഫറും കൂടി എത്തിയിരിക്കുകയാണ്. ഈ സീസണിലെ ശക്തിയായ വനിതാ മത്സരാർത്ഥിയായിട്ടാണ് ജാസ്മിൻ ജാഫർ അറിയപ്പെടുന്നത്. തന്റെ നിലപാടുകൾ വിളിച്ചു പറഞ്ഞും ആക്റ്റീവായും നിൽക്കുന്ന ജാസ്മിൻ ഗബ്രിയുമായി രാത്രിയിൽ സംസാരിച്ചിരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇരുവരും ലൈറ്റ് ഓഫാക്കിയതിനു ശേഷം പുറത്തു വന്നിരുന്ന് സംസാരിക്കുകയായിരുന്നു. എന്നാൽ ഗബ്രിയെ ചാരിയിരുന്ന് കരയുന്ന ജാസ്മിനെ കണ്ടതോടെ ഇരുവരും പ്രണയത്തിലായോ എന്ന ചോദ്യമാണ് ആരാധകർക്കിടയിൽ ഉയർന്നു വരുന്നത്. എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. താരങ്ങളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ അത്തരത്തിലൊരു സൂചന നൽകുന്നുണ്ട് എന്നാണ് ആരാധകർ പോലും പറയുന്നത്. അത്തരത്തിൽ താരങ്ങൾ സംസാരിച്ച ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നാളെ മിക്കവാറും ഐസ്ക്രീമിൻ്റെ ടാസ്ക് ഉണ്ടാവും. കുറച്ച് ഐസ്ക്രീം കഴിക്കാൻ പറ്റുമായിരിക്കുമെന്ന് ഗബ്രി പറയുമ്പോൾ ജാസ്മിൻ കരയുകയായിരുന്നു. ഗബ്രിയുടെ ചുമരിൽ ചാരിക്കിടന്നാണ് ഏങ്ങലടിച്ച് ജാസ്മിൻ കരയുന്നത്. ഇവിടെ വന്നിട്ട് ഏകദേശം 2 ആഴ്ചയോളം ആയെന്നാണ് തോന്നുന്നത് എന്നും ജാസ്മിനോട് സാരമില്ല പോട്ടെ എന്നൊക്കെ ഗബ്രിയും പറയുന്നുണ്ട്. ഇതിനിടെ തൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ ഒരു ടിഷ്യൂ എടുത്തുകൊണ്ട് വരുമോ എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. തൻ്റെ തുണിയിൽ തന്നെ തുടച്ചോ കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഗബ്രി നാളെ ഇത് കഴുകി തന്നാൽ മതി എന്നും പറയുന്നു. ഇതോടെ ജാസ്മിൻ ചിരിക്കുകയാണ്. ഇതിനിടെ ക്യാമറ നമ്മളെ നോക്കുന്നുണ്ടെന്ന് ജാസ്മിൻ ഗബ്രിയോട് രഹസ്യമായി പറയുന്നു. ഇത് കുറേ നേരമായിട്ട് നമ്മളെ നോക്കുകയാണെന്നും ഞങ്ങളെ നോക്കാതെ ഇരുന്നൂടെ എന്നും താരങ്ങൾ പറയുന്നു. ഏതായാലും ബിഗ് ബോസിൽ എളുപ്പത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള ലവ് സ്ട്രാറ്റജി ഇരുവരും ചേർന്ന് എടുക്കുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. വരും ദിവസങ്ങളിൽ താരങ്ങളുടെ ഐക്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ കിടിലിൽ ഒരു ലവ് സ്റ്റോറി കൂടി കാണാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ സീസൺ 6 കൂടി തുടങ്ങിയതോടെ ആരാധകർ ആവേശത്തിലാണ്. അതിലേറ്റവും ശ്രദ്ധേയം രതീഷ് കുമാറിന്റെ ഗെയിം പ്ലാനുകളാണ് എന്നും പറയപ്പെടുന്നു. ആളുകളെ വെറുപ്പിച്ചും ബഹളമുണ്ടാക്കിയും ആദ്യ ദിവസം മുതൽ തന്നെ രതീഷും ശ്രദ്ധേയനായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6 ആരംഭിച്ചിട്ട് കുറച്ചു ദിവസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും ഫാൻ ഗ്രൂപ്പുകളും ഫാൻ ഫൈറ്റുകളും എല്ലാം ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുകയാണ്.